ഹലോ, നിങ്ങൾ ഈ പൂവ് കണ്ടിട്ടുണ്ടോ? ഇതാണ് കല്യാണ സുഗന്ധികം. ഈ പൂവ് ഞാനിപ്പോൾ കോർക്കുന്ന സമയത്ത് വലിയൊരു സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടാലോ? ഞാനിങ്ങനെ കോളേജിൽ പോകുന്ന സമയത്ത്, അതായത് കോളേജിലെത്തിയ സമയത്ത് നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് ഒരു പൂ കണ്ടു. അതായത് ഈ പൂ കണ്ടു. ഞാൻ എന്താക്കി, ഇതിനെ വേഗം എടുത്ത് കോർക്കാൻ നോക്കി. അങ്ങനെ കുറച്ച് കോർത്തിട്ട് സമയത്ത് പൂ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്ന സമയത്ത് ആടെ ഒരു മതിലിൻ്റെ ഇപ്പുറത്ത് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിൻ്റെ മൊട്ട് പറിക്കുന്ന സമയത്ത് അപ്പുറത്തെ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കിയത് വേറെ ആരുമല്ല, എൻ്റെ ടീച്ചറാണ്. കാരണം ഞാൻ ഡിഗ്രിയിൽ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായ മലയാളമാണ്. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് പേടിച്ചെങ്കിലും, ടീച്ചർ നട്ടതാണോ എന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ, കണ്ടപ്പോൾ പേടിച്ചെങ്കിലും ടീച്ചർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ കെട്ടിയ പൂ ഞാൻ ടീച്ചർക്ക് കുറച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ടീച്ചർക്ക് ഭയങ്കര അതിശയായി. അയ്യോ, നല്ല ഭംഗിയുണ്ടല്ലോ, എങ്ങനെ കോർക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ ടീച്ചർ അങ്ങോട്ട് പോയി, ഞാൻ എന്താക്കി പൂ കുറേ കോർത്തു. അങ്ങനെ ടീച്ചർ ഞാനിങ്ങനെ പൂവെടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചു, വീട്ടിലേക്ക് വരുമോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഞാനങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ കോർക്കുന്നത്. അങ്ങനെ ഞാൻ എന്താക്കി, കുറേ പൂവെടുത്ത് കോർക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടായിരുന്നു എന്നെ പൂ കെട്ടുന്നതായിട്ട് ഒരാളിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ അമ്മ പോലും പറയും, നിനക്ക് പൈസ എന്ന് പറയില്ല, ഇതൊന്നും കെട്ടിയോണ്ട് കാര്യമില്ല, സമയം കളയാനുള്ള ഒരു പരിപാടിയില്ലേ എന്നാണ് പറയില്ല. ടീച്ചർ പെട്ടെന്ന് തന്നെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ടീച്ചറുടെ ഹസ്ബൻഡൊക്കെ എനിക്ക് കുറേ വേറെയും പൂ പറിച്ചു കൊണ്ടുവന്നു വെച്ചാൽ നിറയെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറേ അങ്ങനെ പൂവൊക്കെ കൊണ്ടു തന്നു. ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ കെട്ടിയിട്ടു. ടീച്ചറാണെങ്കിൽ ഭയങ്കര ഹാപ്പി, ഇങ്ങനെ കെട്ടുക അങ്ങനെയൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായൊരു എന്താ പറയുക ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളെയൊന്നും ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് വെച്ച് വിഷമിപ്പിക്കരുത്. നമുക്ക് വേണ്ടിയിട്ടുള്ള അവസരം എപ്പോഴായെങ്കിലും നമ്മുടെ കയ്യിൽ തന്നെ എത്തും. അപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ട് കോർത്തതിൻ്റെ ഫൈനൽ ലുക്കാട്ടോ ഈ കാണുന്നത്. മാലയാക്കാനും എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കെട്ടി ട്രൈ ചെയ്യുക. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കമ്മൽ പൂ കൊണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.